ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഈ വചനത്തിൻ്റെ സൗന്ദര്യം ശാന്തമായിരുന്നെന്ന് മനസ്സിലാക്കണം. നായിനിലെ വിധവയുടെ ഏക മകനെ മരണത്തിൽ നിന്നും യേശു തിരികെ ജീവനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം പറയുന്നത് ഇങ്ങനെയാണ്: ഗോഡ് ഹാസ് വിസിറ്റഡ് ഹിസ് പീപ്പിൾ. ഈശോ എന്നെയും സന്ദർശിക്കും, എനിക്ക് സൗഖ്യവും ജീവനും നൽകപ്പെടും. അത് മനസ്സിലാക്കണം. നായിൻ തികച്ചും അപ്രധാനമായ ഒരിടമായിരുന്നു. അവിടുത്തെ ആളുകളും അങ്ങനെ തന്നെ. അവിടെ ഒരു വിധവയുടെ ഏക മകൻ മരണപ്പെടുന്നു. അവൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഈശോയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നു. കാരണം അവൻ്റെ അമ്മയോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നുന്നു. അവൾക്കിനി ആരുമില്ല. ഈശോയ്ക്ക് എന്നോടും ഇതേ അനുകമ്പ തോന്നിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ജീവനും സൗന്ദര്യവും എനിക്ക് തരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നറിയുന്നുണ്ടോ? എൻ്റെ സങ്കടം എന്ത് തന്നെ ആയാലും അത് ഈശോ തുടച്ചു മാറ്റും. എന്നോട് അനുകമ്പ തോന്നുന്ന ഈശോ എന്നെ സന്ദർശിക്കും. എനിക്ക് ജീവനും വളർച്ചയും സമൃദ്ധിയും നൽകും. ആഗ്രഹിക്കണം. ഈശോയുടെ വിസിറ്റേഷനായി ആഗ്രഹിക്കണം. പ്രാർത്ഥിക്കുകയും ചെയ്യണം. യേശു തൻ്റെ ജനത്തെ സന്ദർശിക്കുക തന്നെ ചെയ്യും.